നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2025 ഏപ്രിൽ മാസം 17-ാം തീയതി സൂര്യസംക്രമണം ഉണ്ടാവുകയാണ്. സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 1201 വർഷ ആരംഭവും കൂടിയാണ് ഇത്. അപ്പോൾ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിങ്ങം രാശിയിൽ കേതുവുമൊത്ത് യോഗം ചെയ്യുകയാണ് സൂര്യൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റമാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരു യോഗം അവിടെ ഉണ്ടാവുകയാണ്. ആ യോഗത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ സൂര്യൻ ഈ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ കേതുവുമൊത്ത് യോഗം ചെയ്യുന്നപ്പോൾ ആധ്യാത്മികത മനുഷ്യനെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. സൂര്യൻ എന്ന് പറയുന്നത് അതോറിറ്റിയാണ്. അതുപോലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധികാരിയാണ്. നമ്മുടെ റെസ്പെക്റ്റ് ആദിയായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം സൂര്യനാണ്. അങ്ങനെ സൂര്യൻ്റെ ഈ ഒരു രാശിമാറ്റം വളരെയധികം പ്രാധാന്യമുണ്ട്. സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ചിങ്ങം രാശി. അതുപോലെ തന്നെ സൂര്യൻ പരമോച്ചത്തിൽ പോകുന്ന രാശിയാണ് മേടം രാശി. അതുപോലെ കർക്കിടകം രാശിയും മിഥുനം രാശിയും മിത്രരാശികളുമാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ 1, 2, 5, 9, 10, 11 ഭാവങ്ങളിലാണ് സൂര്യൻ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് ഈ ഒരു രാശിമാറ്റം വളരെയധികം ഗുണങ്ങളെ കൊടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് സൂര്യദശാകാലം അനുഭവിക്കുന്നവർ, സൂര്യൻ്റെ അപഹാരകാലം അനുഭവിക്കുന്നവർ, അവർക്കൊക്കെയാണ് ഈ ഒരു ഏത് ഗ്രഹത്തിൻ്റെ ആയിരുന്നാലും ആ രാശിമാറ്റത്തിൻ്റെ ഫലം ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും കൂടുതൽ ലഭിക്കുന്നത് ആ ഒരു ദശാകാലം അല്ലെങ്കിൽ ആ ഒരു അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ കിട്ടുക. നമ്മുടെ ആത്മകാരകനാണ് സൂര്യൻ. സൂര്യൻ്റെ ഈ ഒരു രാശിമാറ്റത്തിൻ്റെ ഫലമായിട്ട് മേടം രാശിക്കാരായ നക്ഷത്രക്കാർ, അതായത് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ 5-ാം ഭാവത്തിലൂടെയാണ് സെപ്റ്റംബർ മാസം 17-ാം തീയതി വരെ സൂര്യൻ സംക്രമിക്കുന്നത്. അപ്പോൾ മേടം രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി, പുതിയൊരു എന്തെങ്കിലും കരിയറിൽ ഒരു ഗ്രോത്ത് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷെ ഒരു ഗുണക്കുറവ്, നമുക്ക് മനസ്സിനൊരു സ്വസ്ഥത കുറവ് ഈ ഒരു സമയത്ത് ജോലി സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലോണ് ആദിയായ കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടും. അതുപോലെ നമ്മൾക്ക് വ്യക്തികൾക്ക് തന്നെയും ഈ സമയത്ത് ധാരാളം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫലം പരിപൂർണമായിട്ടും ലഭിക്കുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത്, അതായത് ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ട് ജോലി സ്ഥലത്തിരിക്കുന്നവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആത്മീയ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാവാത്തവർ, ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ നോക്കിയിരിക്കുന്നവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയവുമായിരിക്കും ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യന് സ്ട്രെസ്സ് കൂടും. കാര്യം അഗ്നിരാശിയിലേക്ക് അഗ്നിഗ്രഹമായ സൂര്യൻ വന്നിരിക്കുകയാണ്, സ്വന്തം രാശിയാണെങ്കിലും. അപ്പോൾ സ്ട്രെസ്സ് കൂടുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് ജലധാര കൊടുക്കുന്നത് നല്ലതായിരിക്കും. ധാര ആദിയായവ ചെയ്ത് ശിവലിംഗം തണുപ്പിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കും സ്വാഭാവികമായിട്ട് ഒരു ശാന്തത ഉണ്ടാകും. അപ്പോൾ മറ്റുള്ള മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവം രാശിക്കാരുടെ 4-ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. ഇടവൻ രാശിക്കാർക്ക് 4-ാം ഭാവത്തിലൂടെയുള്ള സൂര്യൻ്റെ സംക്രമണം വീട്, വാഹനങ്ങൾ മുതലായവയ്ക്ക് അറ്റകുറ്റപ്പണികൾ വരാനൊക്കെ ഉള്ള സാധ്യത, പുതിയതായിട്ട് വീട് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. അമ്മയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായി അസുഖമുള്ളവർ, കണ്ണിനോ ചെവിക്കോ വയറിനോ ഒക്കെ രോഗങ്ങളുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖത്തിന് ഒരു ഹാനി സംഭവിക്കുന്ന ഒരു സമയമാണ്. കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ
വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി വെച്ച് ഡിസാസ്റ്ററുകൾ കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ വെള്ളം കയറി നശിച്ചു പോകും. അതിനൊക്കെ ഉള്ള സാധ്യത വ്യാഴം രാശി മാറിയിരിക്കുന്ന ഈ വ്യാഴത്തിൻ്റെ അതിചാരത്വം കൊണ്ടുണ്ടാകും. പക്ഷെ പൊതുവിൽ ഈ ഒരു മാസം കുറച്ച് ഗുണം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. പക്ഷെ കുടുംബത്തിൻ്റെ അകത്ത് വീടിനുള്ളിലെ അസ്വസ്ഥതകൾ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ തമ്മിലോ ഒക്കെ അഭിപ്രായ വ്യത്യാസം, തർക്കം, ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ അർച്ചനകൾ കൊടുക്കുന്നതും അമ്മയ്ക്ക് ജലധാര നടത്തുന്നതും ഒക്കെ നല്ലതായിരിക്കും. ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൂടി വരുന്ന ഒരു സമയമാണ്. വീടിനുള്ളിലും കുറച്ച് ഈശ്വര പ്രാർത്ഥന കാര്യങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് യാത്രകൾ മുതലായവ, അതായത് തീർത്ഥയാത്രകൾ മുതലായവയൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. സൂര്യൻ്റെ ഈ രാശിമാറ്റം ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയുടെ 3-ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശിയിലുള്ളവരുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹമോചനം, ഡിവോഴ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കം, അഭിപ്രായ വ്യത്യാസം, അവരുടെ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും ഗുണക്കുറവൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. എന്നാൽ രാശിക്കാർക്ക് അവരവർക്ക് സ്വന്തമായിട്ട് ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം. എല്ലാ കാര്യത്തിലും ചെന്ന് തൊടുന്നതിലെല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. നല്ല സുഖാനുഭവങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയമൊഴിച്ചാൽ സ്വന്തമായിട്ട് ഒരുപാട് ഭാഗ്യങ്ങൾ, സന്തോഷങ്ങളൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. മിഥുനം രാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ രാശിമാറ്റം കൊണ്ട് കൊടുക്കുന്നത്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകൻ രാശിയുടെ 2-ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. അപ്പോൾ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഈ രാശിമാറ്റം ഒരുപാട് ഗുണങ്ങളെ കൊണ്ടു കൊടുക്കും. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർ, ഗവൺമെൻറ്റിൽ നിന്ന് ലോണ് ആദിയായവ, ഗ്രാൻറ്റുകൾ പോലെ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈവ പോലുള്ള പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയം. ശമ്പളം കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. അപ്പോൾ അവരുടെ മൊത്തത്തിൽ ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടോ അല്ലെങ്കിൽ വളരെയധികം പുഷ്ടി വരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം. അവരുടെ പേര്, പ്രശസ്തി മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം. പ്രത്യേകിച്ചും ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ക്ഷേത്രശാന്തിമാർ, ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സ്പിരിച്വൽ സ്പീച്ച് നടത്തുന്നവർ, മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ മുതലായവ നടത്തുന്ന ആൾക്കാർ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. പറയുന്നതെല്ലാം കറക്റ്റായിട്ട് വരികയും വളരെയധികം അവർ ഫേമസ് ആവാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളൊക്കെ വീടിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ശിവഭഗവാനെയോ അല്ലെങ്കിൽ സൂര്യഭഗവാനെയോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിലാണ് സൂര്യൻ വന്നിരിക്കുന്നത്. സൂര്യൻ ചിങ്ങം രാശിയുടെ അധിപതിയാണ്. ആ ചിങ്ങം രാശിയിൽ സൂര്യനുമൊത്ത് കേതു യോഗം ചെയ്തിരിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ സ്ട്രെസ്സ് കൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയം. എന്ത് കാര്യത്തിനും വിജയമുണ്ടാകുന്നു. എവിടെ ചെന്നിരുന്നാലും ഒരു ആദരവ്, അംഗീകാരങ്ങൾ മുതലായവയൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ശ്രേയസ്കരമായിട്ടുള്ള ഒരു സമയം. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളോ ഒക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം. ആദരവുകൾ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം. അതുപോലെ ആത്മീയ യാത്രകൾ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ട് ഉള്ള സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുക. അല്ലാത്തടത്തും പോകാൻ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പോകുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. പക്ഷെ സൂര്യൻ കേതുവുമൊത്ത് ഇരിക്കുന്നത് കൊണ്ട് സ്ട്രെസ്സൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നന്നായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും.
അടുത്തത് കന്നിരാശിക്കാരാണ്. രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ, ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നിരാശിക്കാരുടെ 12ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കുട്ടികൾ കോഴ്സൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമായിരിക്കും കന്നിരാശിക്കാരുടെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ ഉണ്ടാകാൻ, കുട്ടികളെ സംബന്ധിച്ച് പഠനത്തിൽ അവർക്ക് സർട്ടിഫിക്കറ്റുകൾ, അംഗീകാരങ്ങൾ, PR പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കിട്ടുന്നതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. എന്നാൽ കണ്ണിനോ ചെവിക്കോ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. അസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെയധികം പ്രാർത്ഥന, മൃത്യുഞ്ജയ മന്ത്ര അർച്ചനയൊക്കെ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആരോഗ്യ വിഷയങ്ങൾ വരാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭാര്യപുത്രാദികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഭാര്യപുത്രാദികളുമായിട്ട് അകന്ന് മാറി താമസിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ, ഇതെല്ലാം ഈ ഒരു സമയത്തുണ്ട്. ധനപരമായിട്ടും ചിലവ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അത്ര കണ്ട് ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് 7ാം ഭാവത്തിൽ കണ്ടക ശനി നടക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിലെ ഭഗവാന് ഐക്യമത്യ സൂക്ത അർച്ചന അല്ലെങ്കിൽ ഉമാമഹേശ്വര അർച്ചന ആദിയായവയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നതിന്, അതായത് ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നമുക്ക് മാറി വരുന്നതിന് സാധിക്കും. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിപൂർണമായ വിജയമുണ്ടാകുന്ന ഒരു സമയം. നമ്മുടെ പേപ്പർ വർക്കുകളൊക്കെ ആയിട്ട് വേഗത്തിൽ റെഡിയായി നമുക്ക് വിദേശത്ത് പോകുന്നതിനുള്ള കാര്യങ്ങൾ റെഡിയായി കിട്ടും. വിദേശത്തിരിക്കുന്നവർക്കും കന്നിരാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. തുലാം രാശിയുടെ 11ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്ദരമായ സമയമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്തിൽ പല പ്രകാരത്തിലുള്ള ധനാഗമനങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തൊടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന ഒരു സമയം. വിവാഹവുമായി ബന്ധപ്പെട്ട്, കളത്രപുത്രാദികളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ സന്തോഷങ്ങളെ കൊണ്ടുതരുന്ന ഒരു സമയമാണ്. ഔദ്യോഗികമായിട്ട് അതായത് ജോലിയിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ കാര്യങ്ങളോ ഒക്കെ കിട്ടുന്നു. ഔദ്യോഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടും. ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എന്നോ അങ്ങനെയൊക്കെയുള്ള അവാർഡുകളൊക്കെ കിട്ടുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയം. നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു റിവാർഡഡ് ആയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് ഈ ഒരു രാശിമാറ്റം, ഈ ഒരു ചിങ്ങമാസം എന്ന് പറയണം. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനൊക്കെയുള്ള ആസക്തി വർദ്ധിക്കുന്ന ഒരു സമയം. അതൊക്കെ ചെയ്യും. തീർത്ഥയാത്രകൾ പോവുക, അത് സാധിക്കുന്നു. അതുപോലെ തന്നെ വിഭവങ്ങളെല്ലാം നമ്മൾ എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സമയം, വിഭവ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു സൂര്യ സംക്രമണം കൊണ്ടു കൊടുക്കുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. വൃശ്ചികൻ രാശിയുടെ 10ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലാതെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അതായത് ഇവരുടെ പ്രവൃത്തികളിൽ അംഗീകാരങ്ങൾ കിട്ടുന്നു, ഉദ്യോഗത്തിൽ ഉന്നതി ലഭിക്കുന്ന ഒരു സമയമാണ്. കോടതി വ്യവഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന സമയം. വ്യവഹാരങ്ങളിൽ പരിപൂർണമായിട്ട് നമ്മൾ ഇത്രയും ദിവസവും നമ്മളിങ്ങനെ കേസുകളോ മറ്റോ മാറ്റി പോയിരുന്നു എങ്കിൽ ഇനി ഉള്ള ഈ ഒരു ചിങ്ങമാസത്തിൽ അത് സാക്ഷാത്കരിച്ച് കിട്ടും. ആരോഗ്യ വിഷയങ്ങളിലാണെങ്കിലും
ഒരു മാറ്റമുണ്ടാകുന്ന ഒരു സമയം. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ 10ാം ഭാവത്തിലെ ഈ സൂര്യൻ്റെ സ്ഥിതി വളരെയധികം നേട്ടങ്ങൾ കൊടുക്കുന്ന ഒരു സമയമാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഒക്കെ പെൻഡിങ്ങിൽ അത് കിട്ടാതെ പാസ്സാവാതെ ഇരിക്കുകയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് പാസ്സായി കിട്ടുന്ന ഒരു സമയമാണ്. വളരെ സുന്ദരമായിട്ടുള്ള ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഈ സംക്രമണം. അതുപോലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കും. അവർക്ക് എന്തെങ്കിലും അഡ്മിഷനോ കാര്യങ്ങളോ ഒക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടും. അങ്ങനെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം കൊടുക്കുന്നത്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ധനുരാശിയുടെ 9ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. 9ാം ഭാവത്തിലൂടെ സൂര്യൻ സംക്രമിക്കുന്നത് ഭാഗ്യാദി വർധനവുകളെ കൊണ്ടു കൊടുക്കുന്ന ഒരു സമയമാണ്. സർക്കാർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കർമ്മരംഗത്തോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ മേലധികാരികളുടെ പ്രീതിയൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ലഭിക്കാതെ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ള പിതാവിന് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒന്ന് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അച്ഛൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, അസിഡിറ്റി പോലത്തെ രോഗങ്ങൾ ഇതൊക്കെ വരുന്നതിന് സാധിക്കുന്ന ഒരു സമയം. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഗുണക്കുറവുണ്ടായി പോകുന്നു. വളരെയധികം പ്രാർത്ഥന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഒരു സമയം. ഭാഗ്യത്തിന് ചെറിയൊരു കുറവ് സംഭവിക്കുന്ന ഒരു സമയം. അതുപോലെ നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാർ, അതായത് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ താഴെയുള്ള ആൾക്കാർ, നമ്മുടെ കീഴ്ജീവനക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലാണെങ്കിൽ നമ്മുടെ താഴെയുള്ളവർ, നമ്മുടെ മേലധികാരിക്ക് പ്രീതിക്ക് പാത്രീഭവിക്കാൻ യോഗ്യത ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടം. ഈ കീഴ്ജീവനക്കാരെ കൊണ്ട് നമുക്ക് ശല്യങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഉള്ള ഒരു സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉഷ്ണരോഗങ്ങൾ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയവും കൂടിയായിരിക്കും ധനുരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുക. അടുത്തത് മകരം രാശിക്കാരാണ്. വിശാഖം അവസാന 1/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ 8ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം നടക്കുന്നത്. മകരം രാശിക്കാർക്ക് ശരീരത്തിൽ അതായത് സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഡ്രൈ സ്കിന്ന്, ഡാൻഡ്രഫ് ഇങ്ങനെ വരുന്നതിന്, അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെയോ റാഷസ് വരാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല. മേലധികാരിയുമായി ബന്ധപ്പെട്ട് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. നല്ലതായിട്ട് പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ജോലിയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് നമുക്ക്. പിന്നെ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പം നമുക്കൊരു ട്രാൻസ്ഫറൊക്കെ അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് മാറി വേറൊരിടത്തേക്കൊക്കെ പോകുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. നന്നായിട്ട് ദൈവത്തിനെ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയം. രോഗവിഷയങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ കണ്ണ്, ചെവി, അതുപോലെ ഉദര സംബന്ധമായ അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരുന്നതിന് സാധ്യതയുണ്ട്. കാരണം സൂര്യൻ കേതുവുമൊത്ത് യോഗം ചെയ്തിരിക്കുകയാണ്. ആരോഗ്യ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ശിവഭഗവാന്റെ ആരാധന നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ്. ശിവനെ അല്ലെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതര മതസ്ഥര് അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. മകരം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല സൂര്യസംക്രമണത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുക. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 1/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കുംഭം രാശിയുടെ 7ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം. 7ാം ഭാവത്തിലൂടെയുള്ള സൂര്യൻ്റെ സംക്രമണം കുംഭരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാര്യയുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതുണ്ടാകാം. ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. ചിലപ്പോൾ വേർപെട്ട് പോകുന്നതിനൊക്കെ സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകൾക്ക് ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, വിദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്.
വിദേശത്ത് പോകാൻ, പ്രത്യേകിച്ച് പഠിക്കാൻ പോകാനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും. വിവാഹം ആലോചിച്ചിരിക്കുന്നവർക്ക് നടക്കുന്നതിനായിട്ട് നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു മാസത്തിൽ. വിവാഹം തരപ്പെട്ട് കിട്ടുക തന്നെ പ്രയാസമായിരിക്കുന്ന ഒരു സമയം. സൂര്യൻ കേതുവുമൊത്ത് യോഗം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയാനുണ്ടായ കാരണം. പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിലും പ്രണയബന്ധങ്ങളൊക്കെ വേർപെട്ട് പോകുന്നതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാനുള്ള സാധ്യത കമ്മിയായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ചെറിയൊരു, അതായത് വിദേശത്തിരിക്കുന്നവർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകും. പക്ഷെ കുടുംബ ജീവിതത്തിൽ ഒരു സുഖവും കിട്ടുന്ന ഒരു കാലഘട്ടമല്ല. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക. ഐക്യമത്യ സൂക്ത അർച്ചനകൾ കൊടുക്കുന്നതും ലക്ഷ്മി നാരായണാർച്ചന അല്ലെങ്കിൽ ഉമാമഹേശ്വര അർച്ചന ആദിയായവയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൂള ഇലയും തെറ്റിപ്പൂ, തെറ്റി, തെച്ചി, ചെത്തി എന്നൊക്കെ പറഞ്ഞ എക്സോറ, ഇത് തമ്മിൽ ചേർത്ത് മാല കെട്ടി ഭഗവാന് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ദമ്പതിമാർ തമ്മിലുള്ള ഐക്യം ഉണ്ടാകുന്നതിന് സാധിക്കും. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനം രാശിയുടെ 6ാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സംക്രമണം ഉണ്ടായിരിക്കുന്നത്. ധനപരമായിട്ട് ചിലവുകൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ആരും വിശ്വസിക്കാൻ പറ്റിയൊരു കാലഘട്ടമല്ല. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അങ്ങോട്ട് ഓരോന്നിനും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ധനപരമായിട്ട് നമുക്ക് നാശം സംഭവിക്കുന്നതിന് വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. സൂര്യൻ്റെ ഈ ഒരു സമയമെന്ന് പറയുന്നത് ധനുരാശിക്കാരെ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വിഷയങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. സ്വന്തം സാധനങ്ങളൊക്കെ യാത്രയിൽ വളരെയധികം സൂക്ഷിച്ച് കൊണ്ടുപോവുക. വീട്ടിലാണെങ്കിലും അല്ല, സൂക്ഷിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കട്ടെടുത്തുകൊണ്ട് പോകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഒരിക്കലും ചെയ്യാൻ പറ്റിയൊരു സമയം അല്ല ഈ ഒരു മാസം എന്ന് പറയുന്നത്. വളരെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ചിങ്ങമാസം ആയതുകൊണ്ട് പുതിയ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കാത്തിരിക്കുന്ന ഒരു ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഇപ്പോൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല. നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യൂ, അല്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് പാർട്ട്ണറെ നമ്മുടെ ജാതകം, ജോത്സ്യൻ്റെ ജാതകം കാണിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ യോഗമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ചതിക്കില്ല എന്നുള്ള ജാതകമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു സമയം എന്ന് പറയാം. ധനപരമായിട്ട് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വന്നു കയറുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു രാശിമാറ്റം എന്ന് പറയാം. സൂര്യൻ്റെ ഈ ഒരു അനിഷ്ടത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരു മാസം തുടർച്ചയായിട്ട് ഈ ചിങ്ങമാസം മുഴുവനായിട്ട് ശിവക്ഷേത്രത്തിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ശിവന് ജലധാര, ക്ഷീരധാര അല്ലെങ്കിൽ അഷ്ടദ്രവ്യ അഭിഷേകങ്ങളൊക്കെ കൊടുക്കുന്നതും മൃത്യുഞ്ജയ അർച്ചനകൾ കൊടുക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ദിവസവും സൂര്യനെ നമ്മൾ ഫ്രഷായിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസം നമുക്ക് ധനപരമായിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ആശ്വാസം ലഭിക്കും. മറ്റുള്ള മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്ത് മുന്നോട്ട് പോവുക. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.